എന്താടി അമ്മച്ചിക്ക്? എന്നിട്ട് നീ കരയണ്ട. എന്താടാ? എന്താടാ? അമ്മച്ചി കുളിമുറിയിൽ തെന്നി വീണൂടാ. എന്നിട്ട് തലമുറഞ്ഞ് കുറെ ചോര പോയിണ്ടെന്നാ പറയണേ. ഇപ്പൊ എവിടെയാ? അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ വേണമെന്ന്. അവിടെ പെങ്ങള് മാത്രമേ ഉള്ളൂ. നീ ആ ബൈക്കിന്റെ കീയും തന്നെ. ഞാനൊന്ന് പോയിട്ട് വരാം. ഒരു മിനിറ്റ്. ഡാ, നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ? കുറച്ച്. ഹലോ, നീ എവിടെയാടി? എവിടെ? എന്താ പറ്റിയടി? അമ്മച്ചിയുടെ തലയുടെ പിറകില് കുറെ മുറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററില്ല. വീണത് ഞാൻ അറിഞ്ഞില്ല. ചെന്നപ്പോഴേക്കും കുറെ ചോര പോയി. ഇത് ഫാർമസിയിൽ നിന്ന് വാങ്ങി ഇവിടെ കൊടുക്കാൻ പറഞ്ഞു. അമ്മച്ചിക്ക് വേണ്ടി ഇവിടുന്ന് വാങ്ങിയതാ. ചേട്ടൻ്റെ കയ്യില് കാശ് വല്ലതും ഉണ്ടോ? കുറച്ചുണ്ട്. ആ ഫൈസൽ കുറച്ച് നന്നായിരുന്നു. അവൻ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. നീ വാ. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നീ അമ്മച്ചിയുടെ അടുത്തേക്കല്ലേ? ഞാനിത് വാങ്ങിയിട്ട് വരാം. ശരി. ചേട്ടാ, ഈ രണ്ടാമത്തെ മരുന്നിൻ്റെ സ്റ്റോക്ക് തീർന്നിരിക്കും. അത്യാവശ്യമാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ഈ താഴെ കാണുന്ന മെഡിക്കൽ ഷോപ്പില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ തന്നെ കിട്ടുമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ടൗണിൽ പോകേണ്ടി വരും. ശരി. ആ, ചേട്ടാ, ഇതിലെ ഈ മരുന്നാണ്. ഇതിലേതാ? അത് മാത്രം മതി. ജോസ്പേട്ടോ, എടാ സാബു, 2 വിര ഗുളിക. വിരഗുളിയാ? എടാ 2 വിര ഗുളികാന്ന്. എന്തേ ജോസ്പേട്ടാ, കണ്ടുപിടിക്കണില്ലേ? ഇവൻ വ്യാജനാണെന്ന് സംശയമുണ്ടല്ലോ. വ്യാജന? കൊള്ളാലോ.
കള്ളനോട്ടാ. ഇങ്ങോട്ട് താടാ, ഞാൻ പറയാം. ആ എങ്കിൽ ഇയാളെ നോക്ക്. അത് കള്ളനോട്ടൊന്നല്ല ഏട്ടാ. അല്ലെന്നെന്താ ഉറപ്പ്? അതിന്ന് ഉറപ്പുണ്ടോ? ഒരു ചെറിയൊരു നേർവ്യത്യാസം ഉണ്ട്. ആ എങ്കിൽ അത് തന്നെ എനിക്കും തോന്നി. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പാ. ചേട്ടൻ ബാക്കി കാശ് തന്നെ, എനിക്ക് പോണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സംശയം ഉണ്ടെങ്കിൽ നോക്കാതിരിക്കാൻ പറ്റുമോ? ജോസഫേട്ടാ ഇയാള് ശരിയല്ലാട്ടാ. ഇയാളെ കാണുമ്പോ തന്നെ അറിയാം. ആ പരിങ്ങിയുള്ള നോട്ടും കുനിഞ്ഞുള്ള നിപ്പും. എന്റെ അമ്മ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുക. ഞാൻ എന്താ ഇവിടെ വന്ന് ചവിട്ട് നാടകം കളിക്കണോ? എടാ നീ ചവിട്ട് നടാൻ കളിക്കണ്ടാ, കുച്ചിപ്പിടി കളിച്ചോടാ. നിന്നെ പോലുള്ള ഉടായിപ്പിടി മുള ഇതല്ല ഇതിലപ്പുറം പറയും. എടാ നീ ഞങ്ങളെയൊക്കെ കുറിച്ച് എന്താ വിചാരിച്ച്? ഞങ്ങളൊക്കെ പൊട്ടന്മാരെന്ന് ചോദിച്ചോടാ നീ. അവന്റെ ഒരു നമ്പറേ. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? എന്തിനാ ബഹളം വെക്കുന്നത്? അത് കള്ളനോട്ടാണെന്ന് അറിയണം, അത്രയല്ലേ വേണ്ടൂ. ആ അത് മതി. ആ നോട്ടിങ് തന്നെ. ഇതിൻ്റെ അടുത്തൊരു ബാങ്കില്ലേ, ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അവര് പറയട്ടെ. ആ ആ കൊണ്ടുപോയി നോക്ക്. അത് ശരിയാടാ. ഞാൻ ബാങ്കിലൊന്ന് പോയി നോക്കിയാൻ, അപ്പം അറിയാലോ. നമ്മളിവിടെ ബഹളം വെച്ചിട്ടൊന്നൊരു കാര്യമില്ല. എന്താ ഇയാളുടെ പേര്? എൻ്റെ പേര് ജിന്നോന്നാ. എന്താ ചെയ്യണേ? ഞാൻ വോക്സ് വാഗൻ്റെ സർവീസ് സെൻ്ററിലേട്ടാ. ജിൻഡോനാ നോട്ട് അവിടെ നിന്ന് കിട്ടിയേ? അതെൻ്റെ ഒരു കൂട്ടുകാരൻ തന്നതാ. അയാൾക്ക് എവിടെയാ ജോലി? എൻ്റെ കൂടെ തന്നെയാ. പേരോ? ഫൈസൽ. വിശ്വസിക്കാൻ കൊള്ളാവോ? ജോസഫേട്ടാ അപ്പൊ ഒന്നാമത്തെ ലഡു പൊട്ടി. ഫൈസലാന്ന്. അപ്പൊ പിന്നെ പാകിസ്ഥാനോ മലപ്പുറോ പൊന്നാനൊക്കെ ആവും. വാടോ ഇവിടെ ഇരിക്കേ. അയാൾ പറയുന്നതിലും കാര്യമുണ്ട്. ആ പയ്യൻ ഇങ്ങോട്ട് വരട്ടെ. പഴയ കാലല്ല ചിണ്ടോ, സ്വന്തം കൂടപ്പിറപ്പിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെയല്ല ഒരു കൂട്ടുകാരൻ. അതെ, നീ ഇത് പിടി. പൈസ എത്ര വേണേലും പറഞ്ഞാൽ മതി, നമുക്ക് ശരിയാക്കാം. പിന്നെ മാനേജറോട് പറഞ്ഞിട്ട് ഞാനും വരാം. നീ വേമ്പ. ശരി, ഞാനവിടെ ഒറ്റയ്ക്കായിരിക്കും. ശരി ശരി. ഞാൻ സൂക്ഷിച്ചു പോടാ. നമുക്കൊക്കെ അപ്പനേക്കാളും വിശ്വാസം കൂട്ടുകാരെ. അപ്പൻ ചതിക്കില്ല, പക്ഷെ കൂട്ടുകാരൻ ചതിക്കും. ഉമ്മാനെ നിക്കാതെ കഴിക്കുമ്പോൾ ബാപ്പാക്ക് വയസ്സ് 20, ഉമ്മാക്ക് 15. സ്വന്തം മോളുടെ കാര്യത്തിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ. ഓൾക്ക് 18 തയ്യണേക്കാൾ മുന്നേ ആലോചന തുടങ്ങിയില്ലേ? എങ്കിൽ പിന്നെ ഒരു പാക്കറ്റ് കാജാ ബീഡി വാങ്ങാനുള്ള പൈസ ഉണ്ടാ? അതുമില്ല. ഞാൻ പറയുന്ന പോലെ നീ കേൾക്കണ്ട. ആ എന്നിട്ടോ? ആ പറ. എന്നിട്ടോ? എന്നിട്ടെന്താ? 10 രൂപ ഉണ്ടാക്കണേ പടച്ചോൻ വിചാരിക്കണം. ഇവിടെ പൈസ ഇല്ലാത്തോനെ ദേ പരലിന്റെ വിലയുള്ളൂ, പരലിന്റെ വില. സാരല്ലടാ, അതെല്ലാം ശരിയാവും. എവിടെ നിനക്ക് സാരില്ല, നിനക്കൊരു പെങ്ങളല്ലേ ഉള്ളൂ. എനിക്കങ്ങനെയല്ലല്ലോ. നിക്കല്ലേ നേരെ നേരെയായിട്ട് കൊണ്ടറങ്ങാൻ. വെറുതെ അല്ല നമ്മുടെ പിള്ളേർ ഇവിടെ കൈവെട്ടിനും കാൽവെട്ടിനും കള്ളനോട്ടടിക്കൊക്കെ പോണത്. നീ ഇത് വെക്ക്, പൈസ എത്ര വേണേലും പറഞ്ഞാൽ മതി.
കുഴപ്പമൊന്നുമില്ല, വെറുതെ മനുഷ്യനെ പഠിപ്പിച്ച ഇത് ഒറിജിനലാ. നല്ലോട്ടായിരുന്നു. ഇതിന്റെ ബാക്കി ഞാൻ കൊടുത്തോ? കൊടുക്ക്, എണ്ണ വയ്ക്ക്. ചേട്ടാ വരവിളി എടുക്കാൻ മറന്നു. ഇതെവിടെ വെച്ചാൽ കൊണ്ടുകൊടുക്കും? ഫൈസലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനെ നോക്കി കുറച്ചു നേരം ഇവിടെ ഇരുന്നു. ചേട്ടൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? പിന്നെ ഡോക്ടർ വന്ന് അമ്മച്ചിക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാനായിട്ട് ബ്ലഡ് ബാങ്കിലേക്ക് പോയിട്ടുണ്ട്. നീ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നീ പൈസയുടെ കാര്യമൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാൻ 2-3 പേരോട് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്ക് റെഡിയാവും. ഞാൻ ഇതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം. നീ പൊക്കോ.